ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ കുട്ടികൾക്കൊക്കെ ലഞ്ചായിട്ട് സ്കൂളിലൊക്കെ കൊടുത്തു വിടാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് റവയാണ്. ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ നമുക്ക് വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് റവ എടുത്ത കപ്പിന്റെ പകുതി അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് എപ്പോഴും നമ്മൾ പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് തണുത്ത തൈരും ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിന് പകരം നമുക്ക് ബീൻസ് ആയാലും ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാരറ്റ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതാന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈരും നമ്മുടെ പച്ചക്കറിയും റവയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ബാറ്ററായിട്ട് മാറ്റണം. ഞാൻ തൈരെടുത്ത കപ്പില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ. ഞാനിപ്പോ ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം. അപ്പൊ ഇത്രയും മതിയാകും. ഈ വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ സമയം നമ്മുടെ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ ചെറിയ ഒരു സവാള മതി. 2 പച്ചമുളക് കൂടി കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് അങ്ങ് വഴണ്ടു വരേണ്ട ആവശ്യമില്ല. അപ്പൊ ദാണ്ട് ഈ ഒരു രീതിയിലൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഗരം മസാലയോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2-3 പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്ത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഈ മസാല ഈ പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമ്മുടെ പൊട്ടറ്റോ ചൂടായിട്ട് വരണം. ആ രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തക്കാളി ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, അതിനാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. അപ്പൊ ആ തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മല്ലിയിലയും ഈ തക്കാളിയും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ മസാലയ്ക്ക് കിട്ടുന്നത്. ആ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ബാറ്റർ ഇപ്പൊ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം ബേക്കിംഗ് സോഡ എങ്ങും കട്ട പിടിച്ചിരിക്കരുത്, നന്നായിട്ട് മിക്സ് ആയി കിട്ടണം. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്ററിന്റെ ഒരു പരുവം ഇത്രേ ആകാവൂ, ഇതിൽ കൂടുതൽ വെള്ളം ആകരുത്.
ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇളക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഈ പ്ലേറ്റിൽ നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്, ഒരു പകുതി അളവിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നിരത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ആവിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ കണ്ട കുറച്ച് വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് എടുത്തു വെക്കുക. ബാറ്റർ വെക്കുമ്പോഴേ ചരിഞ്ഞു പോകാതെ നോക്കണം, കറക്റ്റ് ആയിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാവ് വരും. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കണം. ഇതിപ്പോ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, സൈഡൊക്കെ നന്നായിട്ട് വിട്ടുവിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്നുകൂടി ഒരു കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് വിടുവിച്ചു കൊടുത്തിട്ട് പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. കണ്ടില്ലേ, നല്ല വട്ടയപ്പം പോലെ ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റ് ആണ് അത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട്. പിന്നെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഇതിന് കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാനൊരു ഷേപ്പിന് വേണ്ടി ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്നതിനായിട്ട്. അപ്പൊ ഇതാണ്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, സൈഡൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇനി ഞാനത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ടൊമാറ്റോ സോസ് ആണ്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസിലെല്ലാം നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി അത് സെറ്റ് ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാന്. അപ്പൊ ബാക്കിയും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നല്ല എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ടൊരു പരിപാടി കൂടി ചെയ്യാനുണ്ട്. ഒരു പാനിലെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി, ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. അതുപോലെ എല്ലാ കഷ്ണവും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം എല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുത്താൽ ഇത് തിരിച്ചിടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഓരോന്നായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പം വളരെ തീ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനേ. ഇതിന്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോഴേ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ 2 സ്പൂണോ ചട്ടുകോ ഉപയോഗിച്ച് ഇതുപോലെ തിരിച്ചിടാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിടാൻ പറ്റും. ഇനി നമുക്ക് മറു സൈഡും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണിത്. ഇതാ ഇപ്പൊ ഇവിടെ 2 സൈഡും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വിഭവം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു.